അപ്പം നമ്മൾ മങ്കി ടെമ്പിളിൻ്റെ താഴ്വാരത്തെത്തിയിട്ടുണ്ട്. അപ്പം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മങ്കി ടെമ്പിളിലേക്ക് പോകുകയാണ്. ഇപ്പോൾ കാണുന്ന മലയില്ലേ, അതിൻ്റെ അങ്ങ് മുകളിലാണ് ഈ മങ്കി ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മങ്കി ടെമ്പിളിലെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഈ മങ്കി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് ടെമ്പിളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ടെമ്പിളിലേക്ക് കയറുന്ന വഴിയുടെ ഇരു സൈഡുകളിലും വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാർ വന്ന് സന്ദർശിച്ച് പോകുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ വഴിയോടെ കച്ചവടത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ അമ്പലത്തിലെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ് അധികം ഇവിടെ കടകളിലൊക്കെ കാണുന്നത്. ഇത് മഞ്ഞ കളറിലുള്ള ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അധികവും കടകളിൽ കാണുന്നത്. നമ്മളിപ്പോൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ചെറിയൊരു അമ്പലമുണ്ട്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ ജയ് ഹനുമാനൊക്കെ വിളിച്ചിട്ട് ജയ് ശ്രീറാമൊക്കെ വിളിച്ചിട്ട് ഇവിടുന്ന് പോകുന്നത് നമുക്കിതിനകത്ത് കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുരങ്ങനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദേവൻ. കുരങ്ങൻ ദേവനായ ഹനുമാന് സമർപ്പിച്ചിരിക്കുന്ന മങ്കി ടെമ്പിൾ ഹംപിയിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. തുംഗഭദ്ര നദിക്ക് കുറുകെ ആഞ്ജനേയ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഹനുമാൻ്റെ ജന്മസ്ഥലമാണെന്നാണ് പറയുന്നത്. നാടോടികൾ അങ്ങനെ പോലും പറയുന്നത് ഹനുമാൻ്റെ ജന്മസ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന്. ഈ കുന്ന് ആഞ്ജനേയ കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. എന്താ പറ്റി ഇവിടെ നിന്ന് പോയത്? ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതിലേക്ക് 575 സ്റ്റെപ്പുകൾ വരെ വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്താനായിട്ട്. ഈ ക്ഷേത്രത്തിൽ ഒരു പാറയിൽ കൊത്തിയെടുത്ത ഹനുമാന്റെ പ്രതിമയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ശ്രീരാമനും സീതാദേവിക്കും വേണ്ടി ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 575 സ്റ്റെപ്പുകൾ കയറണം. 575 സ്റ്റെപ്പുകൾ കയറിയിട്ട് ഇതിൻ്റെ മുകളിലെത്തണം. ഈ പോണ വഴിക്കുണ്ടല്ലോ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമുക്ക് മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി പോണ വഴി ഇങ്ങനെ വൃത്തിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇരു സൈഡുകളിൽ നിന്ന് കുരങ്ങുകളാണ് ഇതിൻ്റെ പിന്നെ മുഴുവൻ ഭാഗത്തും കുരങ്ങുകളാണ്. അപ്പോൾ കുരങ്ങുകളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയാണ് വെച്ചേക്കുന്നത്. ഒത്തിരി ആൾക്കാർ കയറി പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനാനത്തിലായിട്ടാണ് കയറി പോകുന്നത് കേട്ടോ. ജയ് ശ്രീരാം ജയ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. പക്ഷേ ഇത് ശ്രീരാമൻ എന്താ പറയുന്നത്? ഹനുമാനാ ശ്രീരാമന്റെ ഇതിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും മടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി അധികം വീതിയൊന്നുമില്ല വഴികൾക്ക്. ചെറിയ ഇടുങ്ങിയ വഴികളാണ്. രണ്ടാൾക്ക് കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ളൊരു ദൂരം മാത്രമേ ഉള്ളൂ. ഒരു വീതിയേ ഉള്ളൂ അതിന്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആൾക്കാർക്ക് കുടിക്കാനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പ്രായമായവരും കുട്ടികളും മുതിർന്നവരും എല്ലാം ഒത്തിരി പേര് കയറി ഇറങ്ങി പ്രാർത്ഥനയോടെ തന്നെ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾ, തെങ്ങിൻ തോട്ടങ്ങൾ, അങ്ങനെ ഹംപിയിലെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് താഴോട്ട് നോക്കിയാലും കാണാവുന്നത്. മുഴുവൻ പാറക്കല്ലുകളാലാണ് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പാറക്കൂട്ടങ്ങളാണ് മുഴുവനും. എല്ലാ സ്ഥലവും എവിടെ നോക്കിയാലും വലിയ വലിയ പാറകളാണ്. ഇവിടുത്തെ ഓരോ പാറകൾക്ക് ഓരോ കഥകൾ പറയാനുണ്ട്. ആ രീതിയിലാണ് പാറകളെല്ലാം സെറ്റായിരിക്കുന്നത്.
Just another 100 to go. Just another 100. Better, right? Kind of nice. That's 470, another 100 payment. ഇതിൽ സ്റ്റെപ്പ് എണ്ണീട്ട് 470 ആയിട്ടുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇത് അത് കണ്ടോ, തുംഗഭദ്ര നദിയാണ് കേട്ടോ ആ ഒഴുകുന്നത്. തുംഗഭദ്ര നദിയുടെയൊക്കെ തീരത്തായിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത്. അതൊരു മലയുടെ മുകളിൽ. ശരിക്കും ഇടുങ്ങിയ വഴികളാണ്. നമുക്ക് ശരിക്കും നിവർന്നൊന്നും പോകാൻ പോലും പറ്റുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ. അതുപോലെ പാറക്കൂട്ടങ്ങൾ അടിങ്ങി ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ കണ്ടോ, കുനിഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അത്ര റിസ്ക് എടുത്തിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. നമുക്ക് നിവർന്നു പോകാൻ പറ്റത്തില്ല. നല്ല മനോഹരമായ ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ ഈ ടെമ്പിളിലേക്കുള്ളൊരു എന്താ പറയുക, അനുഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഒരു ഇതിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ആൾക്കാരെല്ലാം പ്രാർത്ഥിച്ചിറങ്ങി പോകുമ്പം നമുക്ക് അതേ ഒരു ഫീല്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ അങ്ങനെ കയറി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 575 സ്റ്റെപ്പുകളൊക്കെ കയറി ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാലും ഇതിൻ്റെ മുകളിൽ നിറച്ച് മങ്കികളാണ് കേട്ടോ. അവർക്ക് അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല, നിറച്ച് മങ്കികൾ. എത്ര ഇടുങ്ങിയ വഴിയാണ് നോക്കിക്കേ ഈ കാണുന്നത്. ഇത് ഈ മുകളിലെത്തിയിട്ട് അമ്പലത്തിൽ ചുറ്റും കാണുന്ന ഈ വഴിയാണിത്. ബാക്കിയെല്ലാം വിശാലമായ പാറക്കെട്ടുകൾ അങ്ങനെ കിടക്കുന്നത്. ഈ വഴിക്കൂടെ കറങ്ങി വേണം ഇവിടെ ദർശനത്തിനായിട്ട് പോകാനായിട്ട്. അവിടെയെല്ലാം നിറച്ച് കുരങ്ങുകളാണ് കേട്ടോ. കുരങ്ങ് കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ട് ഇപ്പോൾ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം കുപ്പിയെല്ലാം മേടിച്ച് തട്ടിപ്പറിക്കുന്നു. അവർ തന്നെ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകൾ. ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. നമ്മളിതിൻ്റെ മുകളിൽ ഇത്ര മുകളിലാണോ വന്നേക്കുന്നതെന്ന് തോന്നും. ഈ പാറയുടെ മുകളിൽ ഒരു കൊത്തിയെടുത്ത ഹനുമാൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. ഈ പ്രതിമയുടെ ഉള്ളിലാണ് ശ്രീരാമനും ശ്രീദേവിക്കും വേണ്ടി ഒരു ചെറിയ ശ്രീകോവിലും കൂടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാം കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് ശ്രീകോവില്. ഇതിൻ്റെ ഉള്ളിലാണ് അങ്ങുള്ളത് ശ്രീകോവിൽ. അതാ കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ശ്രീകോവിലുള്ളത്. അവിടെയാണ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. Party?